ഹോർലിക്സ് ബൂസ്റ്റ് ഒരു പ്രയോജനം ചെയ്തിട്ടില്ല, ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇതൊന്നും പ്രോട്ടീൻ പൗഡറോ ന്യൂട്രീഷണൽ ബെനിഫിറ്റ് തരുന്ന പൗഡേഴ്സോ ഒന്നും അല്ല. ഇതിൻ്റെ അകത്ത് വളരെ നേരിയ തോതിലുള്ള പ്രോട്ടീൻ കണ്ടന്റേ ഉള്ളൂ. അതായത് ഒരു 20 ഗ്രാം ഒരു സ്കൂപ്പ് ഒരു ഹോർലിക്സോ ബൂസ്റ്റോ ഒക്കെ എടുത്ത് അതിൻ്റെ അകത്ത് ഒരു 1.5 ഗ്രാം പ്രോട്ടീൻ കാണും. ഒരു മുട്ടയിലുള്ളതിന്റെ 1/4 ഭാഗം പ്രോട്ടീൻ അതിൻ്റെ അകത്തില്ല. ഇതിൻ്റെ അകത്ത് മുഴുവൻ മധുരമാണ്, കാലറീസ് ആണ്. ഈ കുട്ടികൾക്ക് കൊടുത്തു കഴിയുമ്പോൾ ചൈൽഡ്ഹുഡ് ഒബിസിറ്റി ഉണ്ടാവാനാണ് ഇത് കാരണമാകുന്നത്. ഇത് മധുരം ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് മധുരത്തോടുള്ള ആസക്തി കൂട്ടുകയും ചെയ്യും, കുട്ടികൾ കൂടുതലും മധുരം തേടി പോവുകയും ചെയ്യും. ഷുഗർ ഫ്രീ എന്ന് പറഞ്ഞ വേരിയൻസ് ഒക്കെ അവൈലബിൾ ആണ്. അതിൻ്റെ അകത്ത് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതും നമുക്ക് പല ഹെൽത്ത് കൺസേൺസ് ഉണ്ടാക്കുന്നതായിരിക്കും. നമ്മൾ എപ്പോഴും മൈ ഷുഗർ ക്ലിനിക് ഒരു യജ്ഞത്തിലാണ് നാച്ചുറൽ ഫുഡ് ഐറ്റംസ് വഴി, നാച്ചുറൽ രീതിയിൽ ബാലൻസ്ഡ് ഡയറ്റ് വഴി ആവശ്യത്തിന് ന്യൂട്രിയൻസ് എത്തിക്കുക എന്നുള്ളതാണ് മൈ ഷുഗർ ക്ലിനിക്കിന്റെ ഏറ്റവും വലിയ യജ്ഞം. ഇതുപോലുള്ള പ്രോട്ടീൻ പൗഡേഴ്സിന്റെ ഈ അഡ്വർടൈസ്മെന്റ്സും കൊമേഴ്ഷ്യൽ പ്രോഡക്ട്സിനും പുറകെ പോയി സമയവും ആരോഗ്യം കളയേണ്ട ആവശ്യമില്ല. ഇനി എന്തെങ്കിലും ബെനിഫിറ്റ് ഹോർലിക്സും ബൂസ്റ്റും മുതലായവ തരുന്നുണ്ടെങ്കിൽ അത് ആ പാലിൽ നിന്ന് കിട്ടുന്നതാണ്, അല്ലാതെ ഈ പൊടിയിൽ നിന്ന് കിട്ടുന്നതല്ല. ഈ പൊടി നമുക്ക് ദോഷം മാത്രമേ ചെയ്യത്തുള്ളൂ.